ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പട്ടുപാവാട എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു അളവിൽ നിങ്ങൾ കാൽക്കുലേഷൻസ് അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരളവിൽ വേണമെങ്കിലും പട്ടുപാവാട കട്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അവിടെ വരച്ചിരിക്കുന്ന ഒരു പിക്ചറിൻ്റെ രീതിയിലാണ് നമുക്ക് പട്ടുപാവാട ഇരിക്കുന്നത്. മുകളിലൊരു ബാൻഡ്, താഴേക്ക് പ്ലീറ്റഡ് ആയിട്ടുള്ള ഭാഗമാണുള്ളത്. അപ്പോൾ അതിന് വേണ്ട നമുക്ക് രണ്ട് അളവുകൾ മാത്രം മതി. ഒന്നാമത്തെ അളവെന്ന് പറഞ്ഞാൽ ഫുൾ ലെങ്ത് ആണ്. അപ്പോൾ നമ്മൾ എവിടെയാണോ പാവാട കെട്ടുന്നത് അവിടെ മുതൽ ഏറ്റവും താഴെ വരെ എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അവിടം വരെയുള്ള അളവാണ് ഫുൾ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ. നമുക്കിവിടെ 36 ഇഞ്ചാണ് ഫുൾ ലെങ്ത്ത് വേണ്ടത്. ഇനി വേണ്ട ഒരളവാണ് വേസ്റ്റ് ലെങ്ത്ത്, അതായത് അരവണ്ണം എന്ന് പറയും. അരവണ്ണമാണ് വേണ്ടത്. ഇവിടെ നമുക്ക് അരവണ്ണം തന്നിരിക്കുന്നത് 36 ഇഞ്ചാണ് കേട്ടോ. 36 ഇഞ്ച് അരയ്ക്ക് ചുറ്റും നമ്മൾ ടേപ്പ് പിടിച്ചെടുക്കുന്ന അളവാണ് അരവണ്ണം എന്ന് പറയുന്നത്. അതൊരു 36 ഇഞ്ചാണ്. അപ്പോൾ രണ്ടും, അതായത് ഫുൾ ലെങ്ത്തും വേസ്റ്റ് ലെങ്ത്തും നമുക്കിവിടെ സെയിം തന്നെയാണ്. അപ്പോൾ ഇനി എത്രത്തോളം തുണി ഇതിന് വേണമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സാരിയിൽ നിന്നൊക്കെ മുറിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് എത്രത്തോളം തുണി മുറിച്ചെടുക്കണം എന്നതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ കുറേ അങ്ങ് പ്ലീറ്റ് ഇട്ട് അങ്ങനെയല്ലേ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരളവിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ കറക്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലോത്ത് എന്തോരം വേണമെന്ന് നോക്കാം. അതിന് വേണ്ട ഒരളവെന്ന് പറഞ്ഞാൽ നമ്മുടെ അരവണ്ണമാണ്. അരവണ്ണം എത്രയാണ്? 36 ഇഞ്ച്. നന്നായിട്ട് പ്ലീറ്റ് ഇട്ട് നല്ലോണം സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 4 ഇരട്ടി നമുക്ക് വേണം. അപ്പോൾ 36നെ നമ്മൾ 4 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന അളവാണ് 144. ഈ 144 എന്നുള്ളത് ഇഞ്ച് അളവാണ് കേട്ടോ. 144 ഇഞ്ചാണ്. ഇനി നമുക്കതിനെ മീറ്ററിലേക്ക് ആക്കണം. എത്ര മീറ്റർ വേണം എന്നുള്ളതല്ലേ നമ്മൾ കടയിൽ ചെന്ന് പറയുന്നത്. അപ്പം 144 നമ്മൾ 40 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന അളവാണ് മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 39 ഇഞ്ചാണ് ഒരു മീറ്റർ എന്ന് പറയുന്നത്. 100 സെൻറ്റിമീറ്റർ 39 ഇഞ്ചാണ്. അപ്പോൾ നമ്മളതിനെ 40 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന അളവാണ് 3.6. അതായത് 3 മീറ്ററും 60 സെൻറ്റിമീറ്ററും വേണം. അതായത് ഏകദേശം ഒരു 3.5 മീറ്റർ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഫ്രില്ലിട്ടിട്ട് പട്ടുപാവാട സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ 3 ഇരട്ടി ആയാലും കുഴപ്പമില്ല, പക്ഷെ 3 ഇരട്ടി എങ്കിലും വേണമെന്നാണ്. അപ്പോൾ 36നെ നമ്മൾ 3 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 104 104നെ 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2.7 കിട്ടും. അതായത് ഒരു 2.25 മീറ്റർ. ഇപ്പോൾ 2.25 മീറ്റർ ഉണ്ടെങ്കിലും തയ്ക്കാം. എന്നാലും നമ്മൾ ഈ ഒരു 4 ഇരട്ടി എടുത്ത അളവിലാണ് തയ്ക്കുന്നത്. അതായത് ഒരു 3.5 മീറ്ററാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നമ്മൾ സാരിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മീഷോയിൽ നിന്ന് മേടിച്ച ഒരു സാരി കട്ട് ചെയ്ത് പട്ടുപാവാട സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ അളവ്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ കടയിൽ നിന്ന് സെറ്റായിട്ടൊക്കെ മേടിക്കുകയാണെങ്കിൽ ഏകദേശം 3.5 മീറ്ററോളം വരും. സ്കേർട്ടിൻ്റെ ആ ഒരു ഭാഗം 3.5 മീറ്ററാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ തയ്ക്കുന്നത് 3.5 മീറ്ററിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുൾ ലെങ്ത്ത് 36ആണ്. നമ്മുടെ ആ ഒരു ബാൻഡിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 2 ഇഞ്ചാണ്. അപ്പോൾ ഈ 36ൽ നിന്ന് നമ്മൾ 2 ഇഞ്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന അളവാണ് 34. അപ്പോൾ താഴത്തെ പോർഷന് നമുക്ക് വേണ്ട ലെങ്ത്ത് 34ഉം മുകളിലത്തെ ആ ഒരു ബാൻഡിന് 2 ഇഞ്ചുമാണ് വേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ആ 34ൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടുന്നുണ്ട്. അതായത് തയ്യൽ തുമ്പ്. താഴെ നമുക്ക് തയ്യൽ തുമ്പിൻ്റെ ആവശ്യമില്ല. മുകളിൽ ആ ഒരു ബാൻഡ് പിടിപ്പിക്കാനായിട്ട് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രം മതി. അപ്പോൾ 34.5 നമ്മൾ താഴത്തെ ഭാഗം കട്ട് ചെയ്ത് എടുക്കുന്നത്. ആ ഒരളവിലാണ് 34.5 കട്ട് ചെയ്തെടുക്കുന്നത്. മുകളിൽ 2 ഇഞ്ച് പടി. അപ്പോൾ 2 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 2 ഇഞ്ച് പോരാ കേട്ടോ, കുറച്ചുകൂടെ കൂടുതൽ വേണം. അത് പിന്നെ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് താഴത്തെ ഭാഗം ആദ്യം കട്ട് ചെയ്തെടുക്കാം. താഴെ കട്ട് ചെയ്യണതിന് 34.5. ഇനി വേറെ നിങ്ങൾക്ക് താഴ്ഭാഗം കൂടെ മടക്കി അടിക്കണം എന്നുണ്ടെങ്കിൽ 1 ഇഞ്ചും കൂടെ കൂട്ടാം. അതായത് 34 + 1.5 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പ് കൂട്ടണം. ഇനി നമുക്കിത് താഴത്തെ ഭാഗം മുഴുവൻ പ്ലീറ്റ് ഇട്ടെടുക്കുമ്പോൾ എത്രത്തോളം വിട്ട് വേണം എന്നുള്ളത് നോക്കാം. നമ്മുടെ അരവണ്ണം 36ആണ്. അതിൻ്റെ കൂടെ നമ്മളൊരു 4 ഇഞ്ചാണ് ലൂസ് കൂട്ടുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് 40 ഇഞ്ചാണ്. ആ 40 ഇഞ്ച് വേണം നമ്മൾ ഈ താഴത്തെ ഭാഗം പ്ലീറ്റ് ഇട്ട് വരുമ്പോൾ കിട്ടേണ്ട അളവ്. 40 ഇഞ്ചിലാണ് നമ്മൾ പ്ലീറ്റ് ഇട്ട് എടുക്കുമ്പോൾ കിട്ടേണ്ടത്. അതുപോലെ തന്നെ ബാൻഡ് വെട്ടുമ്പോഴും ആ 40 ഇഞ്ച് ലെങ്ത്തിൽ വേണം വെട്ടാനായിട്ട്.
മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ബാൻഡിന് 40 ഇഞ്ച് ലെങ്ത്തും അതുപോലെ തന്നെ താഴത്തെ ആ പ്ലീറ്റഡ് ഭാഗത്തിന് 40 ഇഞ്ച് ലെങ്ത്തും വേണം. പിന്നെ നമ്മുടെ പടി എന്ന് പറഞ്ഞാൽ 2 ഇഞ്ചിൻ്റെയാന്ന് പറഞ്ഞു. 2 ഇഞ്ചിൻ്റെ പടി നമുക്ക് വെക്കണമെങ്കിൽ ഫ്രണ്ടിലേക്ക് 2 ഇഞ്ചും ബാക്കിലേക്ക് 2 ഇഞ്ചും പിന്നെ 1 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ കൂട്ടി മൊത്തം 5 ഇഞ്ച് വിഡ്ത്തിലാണ് ആ ഒരു പീസ് വെട്ടേണ്ടത്. നമ്മുടെ ബാൻഡിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 5 ഇഞ്ചും ലെങ്ത്ത് 40 ഇഞ്ചുമാണ് വേണ്ടത്. അപ്പോൾ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിവിടെ സാരി 3.5 മീറ്ററിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത്ര ലെങ്ത്ത് മതി. മുകളിലേക്ക് നമുക്ക് ആവശ്യമില്ല. നമുക്കവിടെ പടി പിടിപ്പിക്കാൻ എന്തിനേലുമൊക്കെ ആയിട്ട് എടുക്കാം. ഞാനിപ്പോൾ 34.5 അതായത് ഏകദേശം ഒരു 35 ഇഞ്ചിൽ റൗണ്ട് ചെയ്ത് താഴെ നിന്ന് 35 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക നിങ്ങൾ. അതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാനതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം മൊത്തം പ്ലീറ്റ് ഇട്ടെടുക്കണം. ഈ 3.5 മീറ്റർ തുണി നമ്മൾ പ്ലീറ്റ് ഇട്ട് ഒരു 40 ഇഞ്ച് വിഡ്ത്തിലേക്ക് ചുരുക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് ലൈനിങ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ ലൈനിങ് എടുക്കുമ്പോൾ ഒരു 2 ഇഞ്ച് ലെങ്ത്ത് കുറച്ചെടുക്കുക. ഞാനിപ്പോൾ 34.5 എടുത്തിട്ടുള്ളത് മെയിൻ പീസ്. അപ്പോൾ ലൈനിങ് എടുക്കുമ്പോൾ ഒരു 32 എടുത്താൽ മതി. അപ്പോൾ ലൈനിങ്ങും നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ലൈനിങ്ങും അതുപോലെ മെയിൻ പീസും സെപ്പറേറ്റ് ആയിട്ടാണ് പ്ലീറ്റ് ഇട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. അതിന് മുമ്പ് നമുക്ക് ആ പടിയും കൂടെ വെട്ടിയെടുക്കാം. അപ്പോൾ പടി വെട്ടിയെടുക്കാനായിട്ട് ഞാൻ പറഞ്ഞു 2 ഇഞ്ച് വിഡ്ത്താണ് വേണ്ടത്. അപ്പോൾ 2 + 2 എന്ന് പറയുമ്പോൾ 4, 4 + 1 5. അതായത് മൊത്തം 5 ഇഞ്ച് വിഡ്ത്തുള്ള ഒരു പീസ് വേണം. അതുപോലെ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് നമുക്ക് 40 ഇഞ്ചല്ലേ വേണ്ട. ഞാനിപ്പോൾ ഒരു 41 ഇഞ്ചിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. 41 ഇഞ്ച് ലെങ്ത്തും 5 ഇഞ്ച് വിഡ്ത്തുമുള്ള ഒരു നീളത്തിലുള്ള ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് കസവൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ബോർഡർ പോലെ ചെയ്താലും മതി കേട്ടോ പടി. അപ്പോൾ ഒരു 5 ഇഞ്ച് വിഡ്ത്തും കൂടെ ഞാൻ 4ആയിട്ടൊന്ന് മടക്കി വെച്ചിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് 5 ഇഞ്ച് വിഡ്ത്തിലും കൂടെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പടിക്കുള്ള ആ ഒരു പീസും നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഭാഗം വരുന്നത് നമുക്ക് ഫ്രണ്ടിലേക്ക് വരത്തക്ക രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് നമ്മുടെ മെയിൻ പീസിൻ്റെ സൈഡ് ഒന്ന് മടക്കി അടിക്കുകയാണ്. ഇത് മുഴുവൻ നൂല് എഴുന്നോണ തുണി ആയതുകൊണ്ട് സൈഡൊന്ന് മടക്കി 2 സൈഡും ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് ഫുള്ളായിട്ട് ഇതുപോലെ പ്ലീറ്റ് ഇട്ടെടുക്കാം. അപ്പോൾ നമ്മൾ 1.25 പ്ലീറ്റാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടേപ്പ് വെച്ചിട്ട് 1.25 മാർക്ക് ചെയ്ത് അങ്ങനെ മടക്കി പോകാം. 1.25 ഇഞ്ച് വീതിയുള്ള പ്ലീറ്റാണ് കേട്ടോ ഇടുന്നത്. അങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് അളന്ന് നോക്കാം. അളന്ന് നോക്കുമ്പോൾ നമുക്കത് 40 ഇഞ്ച് ലെങ്ത്തിൽ കിട്ടണം. ഇത് കണ്ടോ, അത് മുഴുവൻ നൂലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പട്ടുപാവാടയുടെ ഒരു പ്രത്യേകതയാണ് ഈ നൂലിങ്ങനെ അഴിഞ്ഞു പോവുക. ഒന്നിൽ ഓവർലോക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് ലാസ്റ്റ് കട്ട് ചെയ്തിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ലൈനിങ്ങും അതുപോലെ തന്നെ ഒന്ന് പ്ലീറ്റ് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും വിഡ്ത്ത് എത്ര വേണം? 40 ഇഞ്ച് വേണം. നമ്മുടെ മുകൾ ഭാഗത്തിന് 40 ഇഞ്ചാണ് വേണ്ടത്. അതുകൊണ്ട് ലൈനിങ്ങും 40 ഇഞ്ച് വേണം. ലൈനിങ് ഞാൻ എടുത്തേക്കണത് ഒരു 2.25 മീറ്റർ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത്ര എടുത്തിട്ടില്ല. നമ്മുടെ മെയിൻ പീസിൻ്റെ അത്ര എടുത്തിട്ടില്ല. കുറച്ച് കുറവാണെങ്കിലും കുഴപ്പമില്ല. ഒരുപാട് കുറയാതിരുന്നാൽ മതി. ഒരുപാട് കുറയുമ്പോൾ അതിങ്ങനെ തട്ടും. കുട്ടികളൊക്കെ ആണെങ്കിൽ ഓടുമ്പോൾ തട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരു 1/2 മീറ്ററൊക്കെ കുറച്ചെടുക്കാം മെയിൻ പീസിനേക്കാളും. എന്നിട്ട് ഈ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മുടെ മെയിൻ പീസ് ഇതുപോലെ വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കിത് പടി എങ്ങനെയാണ് വെക്കണമെന്ന് നോക്കാം. അപ്പോൾ പടിയുടെ 2 സൈഡ് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ സ്കേർട്ടിൻ്റെ ചീത്ത വശം എടുത്ത് വയ്ക്കുക. അതായത് ലൈനിങ് പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചതിന് ശേഷം ഇവിടെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് പടി. എന്നിട്ട് നല്ല വശത്തേക്ക് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പടിയുടെ നല്ല വശം നമ്മുടെ പാവാടയുടെ ചീത്ത വശത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഫുള്ളായിട്ട് അടിച്ചെടുക്കുക. നമ്മൾ 1/2 ഇഞ്ചാണല്ലോ തയ്യൽ തുമ്പ് കൊടുത്തേക്കണത്. അപ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ട് ഫുള്ളായിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കുക.
അങ്ങനെ ഞാനവിടെ ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതുപോലെ പടി മടക്കി നമ്മുടെ നല്ല വശത്തേക്ക് ചേർത്ത് വയ്ക്കുക. അങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോൾ അതിലൂടെ ആ സ്റ്റിച്ച് ചെയ്തേക്കണ ലൈനൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കവർ ചെയ്യുന്ന രീതിയിൽ വയ്ക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്തേക്കണ ഒന്നും അവിടെ കാണരുത്. ആ രീതിയിൽ കവർ ചെയ്ത് വയ്ക്കുക. നമുക്ക് ഒറ്റ സ്റ്റിച്ച് മാത്രമേ വെളിയിൽ കാണാവുള്ളൂ. നമ്മളിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റിച്ച് മാത്രമേ കാണാവുള്ളൂ. ആ രീതിയിൽ ചെയ്ത് വയ്ക്കുക. നമുക്കിത് പാവാടയ്ക്ക് നമ്മൾ വള്ളിയാണ് കേട്ടോ ഇടുന്നത്. കൊളുത്തല്ല വയ്ക്കുന്നത്, വള്ളി ഇടാനുള്ള പാവാടയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം അളന്ന് നോക്കുക കറക്റ്റാണോ എന്ന് കേട്ടോ. നമ്മുടെ അരവണ്ണം നമുക്ക് 40 വേണ്ട, 40 ഉണ്ടോയെന്നൊന്ന് അളന്ന് നോക്കുക ഫുള്ളായിട്ട്. അതിന് ശേഷം നമ്മൾ അംബ്രല്ല സ്കർട്ടൊക്കെ ലാസ്റ്റ് ജോയിൻ ചെയ്യില്ലേ, എങ്ങനെയാണ് രണ്ടും രണ്ടായിട്ടല്ലേ ജോയിൻ ചെയ്യണമെന്ന്. നമ്മുടെ ലൈനിങ് വേറെ, അതുപോലെ തന്നെ മെയിൻ ക്ലോത്ത് വേറെ, അങ്ങനെ. അപ്പോൾ ഏറ്റവും മുകൾ ഭാഗത്ത് ആ പടിയുടെ ഭാഗത്തു നിന്ന് നേരെ താഴേക്ക് ഒരു 2.5 ഇഞ്ച് വിട്ടിട്ടതിന് ശേഷം ബാക്കി ലൈനിങ് നമ്മൾ ആദ്യം ഒന്ന് ക്ലോസ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ലൈനിങ് ആണ് അടിച്ചെടുക്കുന്നത്. അതിന് ശേഷം മെയിൻ പീസും കൂടെ അടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കേർട്ട് ഇവിടെ റെഡിയായി. ഇനി നാടയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.